റോസ്റ്റ് പോലെയുള്ളൊരു ചിക്കൻ്റെ വിഭവം മസാല കാര്യങ്ങൾ മാവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കോട്ടിങ് ചെയ്തിട്ട് ഈ ഒരു താത്ത ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതിങ്ങനെ ചൂടോടുക്കനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കബാബിന് ഇവിടെ ഭയങ്കര പേരാണ്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ഒരു ചിക്കൻ കടയുടെ പേര് MRS ചിക്കൻ കബാബ് എന്നാണ്. ഭയങ്കര ക്യൂ ആണ് ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ എന്നുള്ളത് ഈ ഒരു കടയുടെ പ്രത്യേകതയാണ്. ചുറ്റുപാടുമുള്ള കടകളിൽ കുറഞ്ഞ റേറ്റിനാണ് സാധനങ്ങൾ വിൽക്കുന്നത് എങ്കിൽ കൂടി ഇവിടെയാണ് കൂടുതലും തിരക്ക് കാണാൻ സാധിച്ചത്. ഇവിടുത്തെ ഈ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ആ ഒരു രുചികരമായിട്ടുള്ള ആ ഒരു അവസ്ഥയുമായിരിക്കാം അതിന് എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി. പിന്നീട് നമ്മൾ തൊട്ടടുത്തുള്ള ദോശ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദോശ കിട്ടുന്ന ഒരു കടയിലേക്ക് പോവുകയുണ്ടായത്. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നമ്മളിവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ പല കടകളിൽ നിന്നായിട്ട് നമ്മൾ സാധനം മേടിക്കണം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകതയാണ് ഓരോ കടകളിലും ഓരോ ഐറ്റം സാധനങ്ങളായിരിക്കും വിൽക്കുന്നത്. കാരണം ഇവിടെയൊക്കെ ചെറുകിട കച്ചവടങ്ങൾ അവനവനെ കൊണ്ട് കഴിയുന്ന കച്ചവടങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടാവും. വൈകുന്നേര ടൈമിൽ ഫുഡിൻ്റെ ഒരു അങ്ങാടിയാണ് ഓരോ ഏരിയയിലും കാണാൻ കഴിയുന്നത്. ഓരോ തരം വിഭവങ്ങൾ ഓരോ തരത്തിൽ ഓരോ കോലത്തിൽ ഓരോ പേരിൽ കൂടുതലും സ്ത്രീകളൊക്കെ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് ഞാനിത് വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ വെച്ചിട്ടാണ് കഴിക്കുകയുണ്ടായി. കാരണം പല സ്ഥലത്തു നിന്നും മേടിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്.